ഇന്ന് വെളുപ്പിന് മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആന ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെയാണ് പാസ്സാകുന്നത്. ഈ വീടിൻ്റെ മുമ്പ് വശത്തുള്ള ഈ ഒരു CCTV ക്യാമറയിലാണ് ആ ഒരു വിഷ്വൽ കിട്ടിയത്. ഏതായാലും ഇന്ന് രാവിലെ ആന വെളുപ്പാങ്കാലത്താണ് ഇതിലേ പോയത്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? സോനു. ഇന്ന് രാവിലെ ഇതിലേ പോയല്ലേ? ഇന്ന് രാവിലെ കിടന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 പ്രാവശ്യമല്ലേ ഇപ്പോൾ അങ്ങനെ പോകുന്നത്? അടുപ്പിച്ച് ഈ ഒരാഴ്ചയായിട്ട് അടുപ്പിച്ച് വരുന്നുണ്ട്. 1-2 ദിവസത്തെ ഗ്യാപ്പിലാണ് വരുന്നത്. നിങ്ങളുടെ ഓട്ടോറിക്ഷയില്ല കഴിഞ്ഞ വർഷം ആന തകർത്തതല്ലേ? അത് മൊത്തം തകർത്തായിരുന്നല്ലേ? അതിന് നഷ്ടപരിഹാരമൊക്കെ കിട്ടിയോ? കിട്ടിയായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? ഇപ്പോൾ സ്ഥിതി ഇപ്പം രാത്രിയും പകലും പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. രാത്രി നേരത്തെ വരികയും രാവിലെ ഒത്തിരി വൈകിയാണ് ഇപ്പോൾ ആന പോകുന്നത്. ഇപ്പോൾ ഈ ഇത്രയും ജനവാസ മേഖലയായിട്ടുള്ള വീടുകളൊക്കെ ഉള്ള ഈ ഒരു പ്രദേശത്തോടെ ഇങ്ങനെ ആന ഇങ്ങനെ എല്ലാ ദിവസവും പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് രാത്രി ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ഒരു വണ്ടിക്കാരും വരില്ലാത്ത അവസ്ഥയാണ്. അവർക്ക് പേടിയാണ് വരാനായിട്ട്. വണ്ടി വരെ ആക്രമിക്കുന്ന ആനയായതുകൊണ്ട് നമ്മളെന്ത് വന്നിട്ടുണ്ടെങ്കിലും സഹിക്കുക, ക്ഷമിക്കുക. അതാണ് ഇപ്പൊ നമ്മുടെ ഒരു അവസ്ഥ. ഒരു 1.5 കൊമ്പുള്ള ഒരു ആന അല്ലേ? 1.5 കൊമ്പനാണ്. ആന സ്ഥിരമായിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഓട്ടോ തകർത്തു തന്നെയാണ്? അല്ല, ഓട്ടോ തകർത്തു അല്ലല്ല. ഈ വർഷമാണ് സ്ഥിരമായിട്ട് ഇപ്പൊ ഒരേ ആന തന്നെ വരുന്നത്. പാല് കൊടുക്കാൻ ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് 7 മണിക്ക് അവസ്ഥ ബസ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് അവിടം വരെ പോണല്ലോ. ആ ജോലിക്കാർ പോകുന്നതും ഒക്കെ ആ ടൈമിലാണ് പോകുന്നത്. രാവിലെ ആദ്യം കണ്ടേ? ഞാൻ ആദ്യം കണ്ടത് വരുന്നതായിട്ട്. എങ്ങനെ വരുന്ന വഴിക്കാണ് കണ്ടത്? അത് ഞാൻ പറമ്പിൽ കണ്ടേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണായിരുന്നു ഇറങ്ങി വരുന്നതായിട്ട്. അടുക്കള വശത്ത് നോക്കിയാൽ കാണായിരുന്നു. ഞാൻ വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടിട്ട് ആ ഭാഗത്തേക്ക് പോയപ്പോഴാണ് കണ്ടേ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ നേരെയായിരിക്കും ചാർജ് ചെയ്തത്? അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ നേരെ ആയിരിക്കണം. ആളെ കാണാതെ എന്തായാലും അങ്ങനെ വരില്ല. ഇത് ആൾക്കാരെ കണ്ട ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ വഴി തടയാൻ വരുന്ന ആളായിട്ട് അത് കാണുള്ളൂ. ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഫോറസ്റ്റുകാരെ അറിയിച്ചോ ഈ വിഷയം? അറിയിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവർ വന്നതാ. നമ്മൾ വിളിച്ചപ്പോൾ വന്നായിരുന്നു. അവർക്കറിയാം വരുന്നുണ്ട്, ഇങ്ങനെ ഉണ്ട്, ശല്യം ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. കഴിഞ്ഞ വർഷം ഈ കുങ്കിയാനകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനൊരു പരിഹാരമായില്ല? ഒരു പരിഹാരമായിട്ടില്ല. കുങ്കിയാനെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. കൽമതിൽ തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെൻസിങ് കൊണ്ട് യാതൊരു കാര്യമില്ല എന്നത് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഗ്രാമസഭയിലാണെങ്കിലും എല്ലായിടത്തും പറഞ്ഞിരുന്ന കാര്യമാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് തന്നെ ഈ പ്രദേശത്ത്. വലിയ ബുദ്ധിമുട്ട്.